പൈതൃക മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് ജീവിത സന്ദേശത്തിൽ ഒരു വളരെ ചെറിയ, നിങ്ങളെല്ലാവരും ജീവിതത്തിൽ പകർത്തിയിട്ടുള്ള ഒരു സന്ദേശം തന്നെയാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥന. എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്? എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ആരെയാ പ്രാർത്ഥിക്കേണ്ടത്? ആരെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? മറ്റ് ഒരു വിധത്തിലും നമുക്ക് മാനസികവും ശാരീരികവുമായ സ്വസ്ഥത ലഭിക്കില്ല എന്ന് വരുമ്പോഴാണ് നമ്മൾ സാധാരണ പ്രാർത്ഥിക്കാറുള്ളത്. ആ സമയത്ത് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ. സ്വസ്ഥത ലഭിക്കുന്ന സമയത്തും സ്വസ്ഥത ഇല്ലാത്തപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കണം. കാരണം പ്രാർത്ഥന എന്നുള്ളത് ഫലിക്കുകയോ ഫലിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, എല്ലാം ഫലിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത്യന്താധുനിക ശാസ്ത്രത്തിന്റെ സഹായത്താൽ പ്രഡിക്റ്റ് ചെയ്യുന്ന, പ്രവചിക്കുന്ന പലതും നടക്കാറില്ല. സയൻസിന് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് പറയുന്ന പലതും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പല ഡോക്ടർമാരും ചികിത്സിച്ച രോഗികളെല്ലാവരും രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല. പല കെട്ടിടം പണിതതെല്ലാം പെർഫെക്റ്റ്ലി സേഫ് ആയിരുന്നിട്ടും ഇല്ല. അപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒരു ലെവലിലേക്ക് കൊണ്ടുവരിക. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു, അതിന് നന്മ നിറഞ്ഞ ഫലങ്ങൾ ഉണ്ടാവണം. നന്മ നിറഞ്ഞ ഫലങ്ങൾ ഉണ്ടായില്ലെങ്കിലും തിന്മകൾ ഉണ്ടാവരുത്, തടസ്സങ്ങൾ ഉണ്ടാവരുത്, ദുഃഖമുണ്ടാവരുത്, വേദന ഉണ്ടാവരുത്, തളർച്ച ഉണ്ടാവരുത്. ഇങ്ങനെയെല്ലാം ആഗ്രഹിക്കുന്ന നമ്മൾ ആ ആഗ്രഹം സബലീകരിക്കാൻ വേണ്ടി ഏത് കാര്യം ചെയ്യുമ്പോഴും ദുഃഖവും വേദനയും തടസ്സവും നഷ്ടവും ഒന്നും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ അങ്ങനെ ഉള്ള നെഗറ്റീവുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നിരന്തരം പരിശ്രമിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ശ്രമിക്കും. ആ ശ്രമം മാത്രം പോരാ. പലപ്പോഴും ജീവിതത്തിൽ ശ്രമം നടത്തുന്നത് മിക്കവാറും ബുദ്ധിയുടെ ലെവലിലും ശരീരത്തിന്റെ ലെവലിലുമാണ്. ബൗദ്ധികമായിട്ട്, ബുദ്ധിപരമായിട്ട് നമ്മൾ ശ്രമം നടത്താറുണ്ടാവും, ശാരീരികമായിട്ടും ശ്രമം നടത്താറുണ്ടാവും. പക്ഷെ മാനസികമായിട്ട് എങ്ങനെ ശ്രമം നടത്താം? ആ മാനസികമായിട്ട് അതിന് തയ്യാറെടുക്കുന്ന ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്രാർത്ഥന എന്ന്. ഏത് സംഘർഷവും ദുഃഖവും വേദനയും തടസ്സവും അല്ലെങ്കിൽ പരാജയ ബോധവും എല്ലാം നമ്മളിൽ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനെ പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് മനസ്സിന് മാത്രമാണ്. മനസ്സ് സ്ട്രോങ് ആയാൽ ശരീരം ഓട്ടോമാറ്റിക്കലി സ്ട്രോങ് ആവും. ശരീരത്തിനെ സ്ട്രോങ് ആക്കാൻ ഭക്ഷണ അല്ലെങ്കിൽ ഭക്ഷ്യ വിഭവങ്ങളിലെ പോഷകാംശങ്ങൾക്ക് സാധിക്കും. മനസ്സിനെ സ്ട്രോങ് ആക്കാൻ ഭക്ഷ്യ വിഭവങ്ങളിലെ കോമ്പോണൻസുകൾക്ക് സാധിച്ചൊന്നും വരില്ല. അപ്പൊ മനസ്സിനെ സ്ട്രോങ് ആക്കാൻ, സ്ട്രെങ്ത് കൊടുക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. മനസ്സിന് സ്ട്രെങ്ത് കൊടുക്കുന്ന പോഷകാംശം മനസ്സിന് കൊടുക്കണം. അതിലൊന്നാണ് എനിക്കതീതമായ ഒരു ശക്തിയിൽ നിന്ന് ഞാൻ ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ ഒരു ചൈതന്യം സ്വീകരിക്കുന്നു എന്നൊരു ബോധം എന്നിൽ ഉണ്ടാക്കാം. എനിക്ക് ചാരി നിൽക്കാൻ ഒരു സഹായമുണ്ട് എന്ന ഒരു തോന്നല് എനിക്കുണ്ടാവാം. അമ്മയുടെ അച്ഛന്റെ കയ്യിലിരിക്കുന്ന കുട്ടിക്ക് ഉറപ്പുണ്ട് താഴെ വീഴില്ല എന്ന ആ ആത്മവിശ്വാസമാണ് അമ്മയുടെ കയ്യിലിരിക്കുന്ന കുട്ടിയുടെ മുഖത്ത് ഇത്രയും സന്തോഷവും ആത്മവിശ്വാസവും ഉണ്ടാകാൻ കാരണമാകുന്നത്. അച്ഛന്റെയോ അമ്മയുടെയോ കൈ പിടിച്ച് നടക്കുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാകുന്ന ആത്മവിശ്വാസം താൻ അച്ഛന്റെ കൈ പിടിച്ച് നടക്കുന്നിടത്തോളം കാലം താൻ വീഴില്ല എന്നാണ്. ബസ്സിൽ യാത്ര ചെയ്യുന്ന എല്ലാ യാത്രക്കാർക്കും മനസ്സിനകത്തുള്ള വിശ്വാസം, നല്ലോണം ഡ്രൈവിംഗ് അറിയാവുന്ന ആളാണ് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്, അത് കാരണം വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അല്പമൊന്ന് ഉറങ്ങിയാൽ പോലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഈ വിശ്വാസം അമ്മയോടും അച്ഛനോടും അധ്യാപകരോടും ഡോക്ടറോടും
ഡ്രൈവറോടും പൈലറ്റിനോടും എല്ലാം നമുക്കുണ്ടാകുന്നത് പോലെ ഇവരെയെല്ലാം നമ്മുടെ കൺമുമ്പിൽ കാണുന്ന വേളയിലാണ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവുക. പക്ഷെ കൺമുമ്പിൽ കാണാത്ത വേളയിൽ ആത്മവിശ്വാസം ഉണ്ടാവേണ്ടത് ചില സമയത്ത് ആവശ്യമാണ്. എന്താ കാരണം? മനുഷ്യരല്ല നിയന്ത്രിക്കുന്നത് ചില കാര്യങ്ങളെങ്കില് പിന്നെ ആരോടാ നമ്മൾ പറയാ? 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന കുട്ടിക്ക് പഠിച്ചതിന്റെ അളവ് കുറവാണെന്നറിയാം. അധ്യാപകര് ഏത് തരത്തിലാ മാർക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞൂടാ. അപ്പൊ തനിക്ക് പഠിച്ചത് എഴുതാൻ പറ്റുമോ എന്ന സംശയവും കൂടി വരുമ്പോൾ ആ സംശയത്തിനും ആ ദുഃഖത്തിനും ആ പരാജയ ബോധത്തിനും അപ്പുറത്ത് ഒരു മനുഷ്യരിലും വിശ്വാസം അർപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല എങ്കിൽ, അപ്പുറത്തുള്ള ഒരു മനുഷ്യരിലും വിശ്വാസം അർപ്പിക്കാൻ സാധിക്കില്ല എങ്കിൽ നമുക്ക് ഏതിനോട് വിശ്വാസം അർപ്പിക്കലാണ് എളുപ്പമുള്ളത്? സർവ്വതിനെയും നിയന്ത്രിക്കുന്ന, എല്ലാ മനുഷ്യരെയും നിയന്ത്രിക്കുന്ന, അതിൽ ഡോക്ടറെയും എഞ്ചിനീയറെയും അധ്യാപകനെയും ഡ്രൈവറെയും അമ്മയെയും അച്ഛനെയും അതുപോലെ നമ്മളുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യതയുള്ള എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഒരു ചൈതന്യത്തില് നമ്മൾ വിശ്വാസം അർപ്പിച്ച് നമ്മൾ ഒരു 2 വരി പ്രാർത്ഥിച്ചു എന്ന് വിചാരിക്കാം. ആ പ്രാർത്ഥന മനസ്സിന് ഏറ്റവും നല്ല പോഷകാംശമായി തീരും. മനസ്സിന് ഏറ്റവും നല്ല ശക്തി ഉണ്ടാവും. ചില കുട്ടികളുടെ അടുത്ത് നിങ്ങൾ ചോദിച്ചാൽ അറിയാം, മോനെ പരീക്ഷ എഴുതിയോ? ഞാൻ പരീക്ഷ എഴുതി. നല്ലോണം പഠിച്ചിരുന്നോ? പഠിച്ചിരുന്നു. ഇങ്ങനെ ഉണ്ടാവും റിസൾട്ട്. അത് ദൈവത്തിനെ അറിയുള്ളൂ. എന്താ കാരണം? ദൈവം എങ്ങനെയാ ഇവിടെ വരിക? ഞാൻ എല്ലാം ഈശ്വരനെ അർപ്പിച്ചാ എഴുതിയത്. എനിക്ക് ഒരു ഭയവും അപ്പം തോന്നിയില്ല. ഈ ഈശ്വരൻ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ഒരു പക്ഷേ സയന്റിഫിക്കലി പോലും നമുക്ക് വിവരിക്കാൻ സാധിക്കും. എന്താ കാരണം എന്നറിയോ? ഈ പ്രാർത്ഥിക്കുന്ന സമയത്താണ് തലച്ചോറിനകത്ത് ക്യൂറേറ്റീവ് കെമിക്കൽസ് ഉണ്ടാവുക. ഒരു തരത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ക്യൂറേറ്റീവ് കെമിക്കൽസ് ഉണ്ടാവും എന്ന് പറയുകയാണ് ശരി. അപ്പൊ ആ ക്യൂറേറ്റീവ് കെമിക്കൽസ് ആണ് മനസ്സിനെ നല്ല രീതിയിൽ ആത്മവിശ്വാസമുള്ളതാക്കി ചൈതന്യമുള്ളതാക്കി തീർക്കുന്നത്. അപ്പൊ പ്രാർത്ഥനയ്ക്കൊരു ഫലമുണ്ട്. ഏത് തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളെ അതിൽ നിന്ന് മാറ്റിയാലും നിങ്ങൾ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കണം, ഫ്യൂ സെക്കൻഡ്. കുളി കഴിഞ്ഞ് പൂജാമുറിയിൽ വന്ന് പ്രാർത്ഥിക്കണം. കാറ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. ഏതെങ്കിലും വായിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കണം. ഭക്ഷണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കണം. ദീർഘയാത്രയ്ക്ക് പോകുന്ന സമയത്തൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രസംഗിക്കാൻ പോവുകയാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം. ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് പറഞ്ഞു നോക്കാം. എന്ന് നിങ്ങൾ തന്നെ വിശകലനം ചെയ്ത് നോക്കാം. നിങ്ങളിൽ ഉണ്ടാവുന്ന ആത്മവിശ്വാസത്തിന്റെ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. ആ പ്രാർത്ഥന ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്നതാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിറഞ്ഞ ഹൃദയത്തോടു കൂടി എൻ്റെ പ്രണാമം.